ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീനൂസ് മലയാളം വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂണ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാൻ കടയിൽ നിന്ന് നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങുന്ന കൂണുണ്ടല്ലോ, അതാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാകുന്ന കൂണാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കുക. പോയിസനൊക്കെ ഉള്ള കൂണുകളുണ്ട്, അപ്പോൾ അത് നോക്കിയെടുക്കുക. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് എങ്കിൽ നമ്മൾ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വച്ച ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഞാനിങ്ങനെ നീളത്തിൽ കീറി എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മുറിച്ചിടുകയാണ്, അല്ലെങ്കിൽ കുറച്ച് നീളം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ജസ്റ്റ് വേറെ സൈസ് ഒരു കൂണ്ടാണ്, അതിൻ്റെ പുറത്തൊരു സ്കിൻ പോലെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് പൊളിച്ച് കളയണം. പക്ഷേ ഇതിനിപ്പോൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് പൊളിച്ച് കളയാനൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടാൽ മതി. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് മഞ്ഞൾ ഒരു 2 സ്പൂൺ മഞ്ഞൾ ഇട്ട ശേഷം നിറച്ച് മീതെ വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്കതിനകത്ത് എന്തെങ്കിലും ചെറിയ പ്രാണികളോ അതൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോയിക്കോളും, അല്ലെങ്കിൽ അത് ഇതായി പോയിക്കോളും. പിന്നെ പോയിസനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാനും നല്ലതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ ഇങ്ങനത്തെ കൂണുകൾ വീട്ടിലൊക്കെ വളർത്തിയെടുക്കുന്ന അതിനായിട്ട് തന്നെ ഉണ്ടാക്കുന്ന കൂണുകളാണ്. അപ്പോൾ അതിലങ്ങനെ വരാറില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു പോയിസൻ്റെ ഇതുണ്ടെങ്കിലും അതിന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനൊരു കളിച്ചട്ടിയിലാണ് ഇത് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് ചതച്ച് ചേർത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയ സവാള ആയതുകൊണ്ട് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. 250 ഗ്രാം കൂൺ മഷ്റൂമാണുള്ളത്, അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. 250 ഗ്രാമാണുള്ളത്. അപ്പോൾ അതിനുള്ള സവാളയും ഇഞ്ചി ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അതനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, സവാള ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ സവാള നമുക്ക് ഒരു അടുപ്പിൽ ഇത് വെച്ച ശേഷം മറ്റൊരു അടുപ്പിൽ നമുക്കൊന്ന് മല്ലിയൊക്കെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മല്ലിയും മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ആ സമയം കൊണ്ട് സവാള ഒന്ന് ബ്രൗൺ നിറമായിക്കോളും. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട്. മുഴുവൻ മല്ലിയാണ്, പൊടിയല്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പൊടിയിടാതെ ഇങ്ങനെ തന്നെ ആണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതുപോലെ 3 വറ്റൽമുളകും കൂടി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം ഇത് വറുത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണവും ഒക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങ് വല്ലാതെ മുളകൊക്കെ ഒന്ന് കറുത്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നേച്ചാൽ മതി. ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം, വെള്ളം ഒട്ടും ചേർക്കാതെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കല്ലിൽ വെച്ചിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. മിക്സിയിലാണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ തന്നെ ചെയ്യാം. ഇപ്പം ഞാൻ അത് നന്നായി പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സവാള ഒന്ന് ആയോ നോക്കാം. സവാള ഒരു ബ്രൗൺ നിറമായ ശേഷം നമ്മൾ ആ പൊടിച്ചു വെച്ചേക്കുന്ന മല്ലിയും മുളകും കുരുമുളകും കൂടി പൊടിച്ചു വെച്ചേക്കുന്നത് ചേർക്കുക. അതിന് മുളക് കുറച്ച് തരിതരയായിട്ട് കിടക്കും, അത് കുഴപ്പമില്ല. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളിത് പൊടിച്ച് ചേർത്തേക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ സമയത്ത് ഞാനൊരു 1 ടേബിൾ സ്പൂൺ
മീറ്റ് മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്, തക്കാളി ചേർത്ത് വഴറ്റിയ ശേഷം. അപ്പോൾ തക്കാളി ഒരു വലിയ തക്കാളി നീളത്തിൽ മുറിച്ച് ചേർത്ത് അത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്ത് വഴറ്റുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല, ഞാനത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ്, അത് ചേർത്ത് മീറ്റ് മസാല ചേർത്ത് വഴറ്റി കൂണും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് ഞാനത് അടച്ചു വച്ചേക്കുന്നത്. അത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിരുന്ന കൂൺ 2 തവണയും കൂടി കഴുകി വാരി ഊറ്റിയെടുത്ത് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുറക്കുമ്പോഴാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഇത്രയും വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്തിട്ടില്ല. കൂണ് നന്നായിട്ട് കഴുകി വാരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും, ഒരു 5 മിനിറ്റ് വേവിച്ച ശേഷം ചെറിയ ഫ്ലെയിമിൽ. അപ്പോൾ കൂണിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ചേർക്കാം ആവശ്യത്തിന്. അപ്പം 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്തതും കൂൺ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതും വീഡിയോയിൽ കിട്ടിയിട്ടില്ല, സോറി. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പം കൂണ് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ കൂണിൻ്റെ വേവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല വേവുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി വീണ്ടും വേവിച്ച് അങ്ങനെ കറക്റ്റ് കുക്ക് ചെയ്ത് എടുക്കുക. നമുക്കൊരു ഇത്ര സമയം എന്ന് പറയാൻ പറ്റില്ല, അത് കൂണിൻ്റെ ഇതുപോലെ ഇരിക്കും. ഇതിപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം എങ്കിലും വേവിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ആദ്യം, മൊത്തം ഒരു 20 മിനിറ്റ് എങ്കിലും ഉണ്ട്. ചെറിയ ഫ്ലെയിമിലാണ്. അപ്പം നിങ്ങൾ കൂണിൻ്റെ ഇതനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാനിനി കടുക് വറുത്തിടാൻ വേണ്ടി പാൻ വെച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ചെറുതായിട്ട് പൊട്ടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 വറ്റൽമുളക്, 2-3 വറ്റൽമുളക് മുറിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. വലിയ ഉള്ളി, അതായത് സവാള ചേർക്കരുത്, ചെറിയ ഉള്ളി തന്നെ ചേർക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. അത് നല്ലൊരു ചെറിയ ബ്രൗൺ നിറമാവണം ഉള്ളിയൊക്കെ, എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കറി വെന്ത് ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കടുക് വറുത്തതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയാണ്, കൂൺ മസാല റെഡിയാണ്. അപ്പോൾ കറി ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. കറി കണ്ടോ, നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ കടുക് വറുത്തതുകൂടി ചേർത്ത് കൊടുത്താൽ കറി റെഡി. നല്ല ഇറച്ചിക്കറി തോറ്റു പോകുന്ന കറി, അതായത് നമുക്ക് ബീഫ് കറിയുടെയൊക്കെ ആ ടേസ്റ്റ്, ഭയങ്കര ഒരു ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കൂൺ മസാല, ഇതാ നമ്മുടെ കൂൺ മസാല അല്ലെങ്കിൽ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ടേസ്റ്റിയാണ്. നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. അതുവരെ ബൈ ബൈ.